കോൾപ്പാടത്ത് പോയിട്ട് പിടിക്കാൻ പോയിട്ട് കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ നേരെ കടലിലേക്ക് പോയി. ഞങ്ങൾ ഇരിക്കണ റൂമിലത്തെ വരെ ഫാനും ലൈറ്റ് ഓഫ് ചെയ്ത് പോവാന്നേ. നിഷ്കളങ്കരാണെങ്കിലും നല്ല കുരുട്ട് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വളരെയധികം ഇഷ്ടമുള്ള ആ ഗാനം തന്നെ ആയാലും. ഇറങ്ങി വന്നു കോമളവദനത്തിൽ. ചോറിന് കൈ തരിക്കുന്നു. അതേ കൂട്ടാൻ്റെ വായിൽ വെള്ളം. എന്നേക്കാളും ഹൈറ്റില് വെള്ളം പൊന്തി കിടക്കുന്ന ഒരു കടല് പോലെ ഇരിക്കും ഈ സ്ഥലം. കിട്ടി ദേവരം ഈ ലോട്ടറി കിട്ടുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കും. പാവപ്പെട്ട എനിക്ക് നമ്മള് പള്ളത്തി എന്ന് പറയുന്നത് പള്ളത്തി മീനൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തു. അപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിയതൊക്കെ കാണിച്ചു. ഈ സാധനം വരുന്നത് എവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരും മലപ്പുറം ജില്ലയിലായിട്ടും ഇങ്ങനെ കിടക്കുന്ന കോൾപ്പാടുണ്ട്, കോൾ നിലങ്ങള്. മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. വർഷകാലത്ത് ഇവിടെ എന്നേക്കാളും ഹൈറ്റില് വെള്ളം പൊന്തി കിടക്കുന്ന ഒരു കടല് പോലെ ഇരിക്കും ഈ സ്ഥലം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ സൈഡിലൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനായിട്ട് ഭാഗമായിട്ട് എടുക്കുന്നത്. അതിനപ്പുറം പല സ്ഥലങ്ങളിൽ വിതച്ച് കഴിഞ്ഞു, അവിടെയൊക്കെ വിതച്ച് കഴിഞ്ഞു. അപ്പൊ ഈ ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക ഈ കൃഷിയുടെ ടൈം ആകുമ്പോൾ, ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. അപ്പൊ ഇതിന്റെ അടുത്തോടെ വലിയ ചാലുകൾ പോയിട്ടുണ്ട്. ഇവിടെ വലിയ ചാലുകളാണ്. ഇത് അത്ര വലിയ ചാലില്ല, ഇതിനപ്പുറത്ത് വലിയ ചാലുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചാലുകളുണ്ടാവും. ഈ ചാലുകളില് ഈ വെള്ളം വറ്റിക്കുമ്പോൾ മീനുകളൊക്കെ നിറയും. അത് എല്ലാ തരം നാടൻ മീനുകളുണ്ടാവും. പണ്ട് കാലത്തുള്ള പോലത്തെ എല്ലാ തരം ഉണ്ടാവില്ല, എന്നാലും ഇപ്പൊ കുറെ ഉണ്ട്. ഇപ്പൊ മുണ്ടത്തി, പള്ളത്തി, കൂരി, കോലാൻ, കടു, മുഷു, ബ്രാല്, പിന്നെ നമ്മുടെ പിലോപ്പി വരും. പിന്നെ എന്നിട്ട് കട്ട്ല ഉണ്ടാവോ? കട്ട്ല, അങ്ങനെ കുറെ സാധനങ്ങള് ഉണ്ടാവും. പിന്നെന്താണെന്നറിയോ? പാമ്പ് മലിഞ്ഞീനൊക്കെ ഉണ്ടാവില്ല. മലിഞ്ഞീനും തൈമായിക്ക് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊക്കെ കക്ക വരും. മറ്റേ കക്കയില്ലേ, ഷെല്ലി മറ്റേ അങ്ങനെ അത് കക്ക വാരണ. അത് ഇവിടെ എല്ലാം ഇവിടെ ആ ഭാഗത്തൊക്കെ കക്ക വാരലും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ മീൻ പിടിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വന്നിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം കാണാലോ വെച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് മീൻ പിടുത്തം കുറവ്, മീൻ പിടിക്കൽ കഴിഞ്ഞു തുടങ്ങി ഒരുവിധം. അപ്പൊ ഇവിടെ പിടിക്കുന്നുണ്ട് ഇവര്. മീൻ അരിക്കാന്ന് പറയല്ലേ, മീൻ അരിക്കാന്ന് പറയാ, അരിച്ചെടുക്കുക. അപ്പൊ അവിടെ കുറച്ച് പേര് മീൻ ആട്ടി കൊണ്ടിരുന്നേ. അവിടെ അറ്റത്ത് വലിയിട്ടുണ്ട്. അപ്പൊ ഒരു മീനിനെ ആട്ടി അത് പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മള് ഇറങ്ങി കഴിഞ്ഞാൽ മീനെ അങ്ങനെ ആട്ടി കൊണ്ടുവരാൻ പറ്റിയ മീൻ പിടുത്തത്തിന്റെ ഒരു കഴിവുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി പറ്റുമോ? ചേറിന്ന് പിന്നെ ഒരു കാലം കണ്ട അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ആട്ടി ഇങ്ങനെ കൊണ്ടു. ഇപ്പൊ 2 മണിക്കൂർ പിടിക്കും. ഇപ്പൊ സമയം 11:30, കാലത്ത് 11:30 സമയം. ഭയങ്കര നല്ല രസകരമായ കാറ്റാണ്. അവിടെ ഒരു അമ്പലമുണ്ട്. 5 കുന്നുകളായിരുന്നു. 2-3 കുന്ന് മാത്രമേ കാണാനുള്ള ബാക്കി. ആ കരയിന്ന് പ്രസന്നനും പ്രദീപനൊക്കെ കൂടിയിട്ട് ഒരു വഞ്ചി ചെറുപ്പത്തിൽ കുഞ്ഞിതായിരിക്കുന്ന ടൈമില് ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു മാമന്റെ വീട്ടില്. നമ്മുടെ അമ്മയുടെ വീട് ഇവിടെയാണ്. അച്ഛൻ്റെ പെങ്ങളെ കൊടുത്തിട്ടുള്ള വീട് ഇവിടെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ അവരെ പിള്ളേരുകളുണ്ട്. ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണ്. കല്ലങ്കാട്, പനമുക്ക്. അപ്പൊ കുഞ്ഞിയെ പിള്ളേരുകളായിരിക്കുന്ന ടൈമിൽ ഇവിടെ വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കണം. അപ്പൊ ഈ അയ്യകുന്ന് അവിടെ ഒരു അമ്പലമുണ്ട്. അയ്യകുന്ന് പാണ്ഡവഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലം കാണാൻ പോകാന്ന് ചോദിച്ചിട്ട് 1979-80 അവിടെ വഞ്ചി എടുക്കണായിരുന്നു. ആ വഞ്ചി എടുത്തിട്ട് പ്രദീപൻ ആ വഞ്ചി എടുത്തു. ഞങ്ങളെ കയറ്റിയിരുത്തി. കുഞ്ഞിതല നമുക്ക് നീന്തലൊന്നും അറിയില്ല. വഞ്ചി കുറച്ച് ദൂരം ഇപ്പൊ കടല് പോലെ ഇങ്ങനെ വെള്ളല്ലേ. ആര് കൊണ്ടു കെട്ടി വഞ്ചിയായിരുന്നു. അതന്നെ പറന്നു പോകും. ഈ വഞ്ചി മറിഞ്ഞൂടാ അറിയല്ല. അതിങ്ങനെ ആടി വെള്ളം നിറഞ്ഞോടി.
പ്രസന്ന നീന്തലറിയാത്ത രണ്ടുപേര് വെള്ളത്തിൽ ചാടിയത്. ഒരു ഭയങ്കരമായ രക്ഷപ്പെടലാണ്. അതുകൊണ്ട് കൂടെ നിൽക്കണം. ഞാൻ ചത്ത് പോയി തന്നെ. ആ മീനെ പിടിച്ചായി കിട്ടു. കടൂന്റെ അല്ല കേട്ടിയാലേ മൂത്രമൊക്കെ ചെയ്യാ. ആദ്യ കടത്തില്ല കടു ചാടി പിടിക്ക്. നമുക്ക് ഇതിന്റെ ടെക്നിക്ക് അറിയില്ല. ചേറാണ് കംപ്ലീറ്റ്. ഒരാളും കൂടി ഇറങ്ങണോ? കാരണം ഇതിന് ഇത്തിരി വീതി കൂടുതലായി. അപ്പൊ ഏരിയ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഒരാളും കൂടി ഇറങ്ങണം. അയ്യോ അതും തരാം. തവളയെ ചാടിപ്പോയത് തവളയാണ് ചാടിപ്പോയത്. ആ അതിന് കുറച്ച് മീനിന്റെ ചവിട്ടി പിടിച്ചേക്ക. ചവിട്ടി പിടിച്ചിട്ടേ ചവിട്ടി പിടിച്ചിട്ടുണ്ടല്ലേ. അല്ല അപ്പൊ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ആൾ മുങ്ങി. ചേറാണ്. ആ ഒരു മുണ്ടത്തിന്റെ അല്ലേ. ആ അതെ വലിയൊരു പിലോപ്പി. തിലാപ്പിയ. വേറെ തിലാപ്പിയ. ആ കരിമീനിന്റെ പോലെ. പാവപ്പെട്ടവർക്ക് പിന്നെ ഇവര് ഈ പാടത്ത് ഇതൊക്കെ കാണാൻ തന്നെ ആൾക്കാര് കുപ്പിയും കുപ്പിച്ചില്ലൊക്കെ കാലൊക്കെ പൊളിഞ്ഞിട്ട് ഭയങ്കര റിസ്ക്കും കൂടിയാണ്. കുപ്പിച്ചില് പൊട്ടിച്ചിട്ടും ചിലവര് അതന്നെ ഭയങ്കര അപകടം. അതൊന്നും ചെയ്യാൻ പാടില്ല. ആ വലിയ മീൻ, നല്ല ഭംഗിയുള്ള മീൻ. ഈ കയ്യിൽ കിട്ടിയോണ്ട് നോക്കിയാൽ നല്ല വലിപ്പുള്ള ഒരു പിലോപ്പിയാണ് കിട്ടിയത്. നല്ല വലിപ്പുള്ളത്. ഒരു 650 ഗ്രാം ഉണ്ടാവും. പാട്ട് കേൾക്കുമ്പോഴേ മണിയിൽ പാട്ട് ഓർമ്മ വരും. ആ പരലി പരല് പൂവാലി പരല് ഇന്നലെ നേരത്തെ പരല് വെള്ളത്തിലൂടെ നല്ല അങ്ങനെ അടുപ്പിച്ചാണ്ട് വരട്ടെ. നീ അവിടെ എത്തട്ടെ. സമയം കുറയും. ചിലപ്പോ നമ്മള് പോവും. നോക്കട്ടെ. വലിയിടാണ്. വല 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 അവിടെ കെട്ടിയിട്ടുണ്ടാകല. അവിടെ ഇവിടെ വലിയിടണം. പണിയുണ്ട്. നല്ല പോലെ പണിയെടുക്കണം. എന്നിട്ട് മീനിന് വില പറയുമ്പോ ആളുകള് അയ്യോ ഇത്രയ്ക്കുണ്ട് വില. കിട്ടി ഇതേവരം ഉള്ള വലത് കയ്യില് പിലോപ്പി കൂടുതലല്ലേ. പിലോപ്പി പിന്നെ തന്നെ വളരും. വല വലിച്ച് കൃത്യമായിട്ട് പയ്യണ്ടയാ. ഈ ലോട്ടറി കിട്ടുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കും. പാവപ്പെട്ട എനിക്ക് നീ പാവപ്പെട്ടനാരെന്ന് പറഞ്ഞ് നിനക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മീനിപ്പോ നമുക്കൊരു ചീൻ്റെപ്പോ പിലോപ്പിയാണ് കൂടുതൽ പിടിക്കുന്നത് ഇവര് കിട്ടണത്. എന്ത് ചെയ്യുമ്പോൾ 10 ചാക്ക് എടുക്കായിരുന്നില്ല ചേട്ടാ. 2 സഞ്ചിയാണ് സെയിം ചേച്ചിയുടെ സഞ്ചി. നമ്മുടെ സഞ്ചി ഉള്ളില്ല. നമ്മള് കോൾപ്പാടത്ത് പോയി എന്താ പറയാ പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച മീൻ കോൾപ്പാടത്ത് നിന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ നേരെ നമ്മുടെ മത്സ്യബെഡിൻ്റെ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നെയ്മീനുണ്ട്. അത് കണ്ടപ്പോൾ കൊതി വന്നു. ഒരു മീൻ അങ്ങോട്ട് വാങ്ങിച്ചു. ആ മീനെ കഷ്ണങ്ങളാക്കി. ഇങ്ങനെ പറയും കോൾപ്പാടത്ത് പോയിട്ട് പിടിക്കാൻ പോയിട്ട് കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ നേരെ കടലിലേക്ക് പോയി വല വീശി. കിട്ടിയതൊരു അറക്കാനെയാണ്. അപ്പൊ നമ്മുടെ മീൻ കിട്ടിയ മീനാണ്. വല വീശി കിട്ടിയ മീൻ തന്നെ. കൊമ്പനെ പിടിക്കാനാണ് പോയത്. പക്ഷെ അവിടെ നമ്മുടെ മീൻ വെട്ടണ ചേക്കൻ പറഞ്ഞു ആ ചേട്ടൻ ഈ മെയിൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് വറക്കാം. ഈ വാലും തലവശങ്ങളൊക്കെ അതിന്റെ ബാക്കിലെ കഷ്ണം സെന്റർ മാത്രം ഇങ്ങനെ സ്ലൈസ് ആക്കി എടുക്കുക. ബാക്കി അപ്പുറത്തും വീഡിയോ എടുത്തിട്ടുണ്ടോ? കട്ട് ചെയ്യണ നോക്കി വീഡിയോ എടുത്തിട്ടുണ്ടോ? കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള കഷ്ണങ്ങളില്ലേ അതിട്ടിട്ട് കൂട്ടാൻ വയ്ക്കുക. ഭയങ്കര ടേസ്റ്റാണ്. തലയൊക്കെ വേണം. തലയും കിലിയും വാലും ഒക്കെ വേണമെന്ന്. എന്നിട്ട് മിക്സിങ് ആയിട്ട് കൂട്ടാൻ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കൂട്ടാൻ വെക്കാൻ വിചാരിച്ചല്ലേട്ടാ. നമ്മൾ ഈ കൂട്ടാൻ വെക്കാൻ വിചാരിച്ചതാണ്. ഞാൻ അടുക്കളയിൽ വെക്കാൻ വിചാരിച്ചതായിരുന്നു. അപ്പൊ ചേട്ടന് ഇത് വീഡിയോയിൽ കാണിക്കണം. വീഡിയോയിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ് ഇട്ടില്ല. നമ്മുടെ
ഇവർക്ക് ഈ നൂഡിൽസ് വാങ്ങിച്ചു ഷോർട്സ് ഇട്ടില്ല. അപ്പൊ അതില് കമന്റ് ആയിട്ട് മീൻ കൂട്ടാന് കുറെ പേർക്ക് ഇഷ്ടമായി. മീൻ കൂട്ടാന്റെ റെസിപ്പി ഇവിടെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈ അടുപ്പെടുത്തോണ്ട് രണ്ടടുപ്പുള്ള വേണം. അതെ, അത് ഞാൻ രണ്ടെണ്ണത്തിൽ ഒരേ സമയം കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഇത് എടുത്തോണ്ടിരാ. അന്ന് വെച്ച പോലെ തന്നെ വെക്കണ്ടേ? അന്ന് വെച്ച മീൻ വറ്റിയായിരുന്നു, ഇത് അറക്കിയാന്ന് മാത്രം. അത് വെച്ച പോലെ തന്നെയാണ് ഞാൻ വെക്കാൻ പോണത്. സിമ്പിൾ. നമ്മള് വെച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കോണിപ്പടി ചവിട്ടി കയറി പോകുമ്പോഴേ നടുവിലൊരു ബക്കറ്റ്, അത് മാറ്റി വെച്ചിട്ട് വരാനാണ് ഇത്ര നേരം വൈകിയത്. തുടയ്ക്കണം. അതേ, ഞാൻ ഈ ചവിട്ടുപടിയുടെ കാര്യം പറഞ്ഞപ്പോഴും കേട്ടോ, നമ്മൾ ഒരു സോളാറിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞേ, കറണ്ട് കണ്ടമാനമായതുകൊണ്ടാണ് സോളാർ വെക്കുന്നതിന് മുമ്പ് കറണ്ട് കണ്ടമാനമായതുകൊണ്ടാണ് സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത്. കറണ്ട് ബില്ല് കറണ്ട് കണ്ടമാനമായതുകൊണ്ടല്ല, കറണ്ട് ബില്ല് കണ്ടമാനമായതുകൊണ്ടാണ് സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 10,000-7,000 ബില്ല് വരുന്നതാണ്. ഇപ്പോൾ സോളാർ വെച്ച കാരണം സുഖമായി, കറണ്ട് ബില്ല് തീരില്ല, ഇങ്ങോട്ട് കാശ് കിട്ടുമെന്ന് പറഞ്ഞു. അതെന്തോ പിന്നെ ആൾ മെയിനായിട്ട് കാര്യം പറഞ്ഞു, പിള്ളേരുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർ AC ഓണാക്കി, കറണ്ട് ഉള്ളപ്പോൾ ഫാൻ കറങ്ങുകയാണെങ്കിലും പിന്നെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്യില്ല, ലൈറ്റ് ഇട്ട് വരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല ധൈര്യമായിട്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇട്ട് പോകുന്നാലും നമുക്ക് കറണ്ട് ചിലവൊന്നുമില്ലല്ലോ, സൂര്യൻ തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അത് ആലോചിക്കുകയാണ്. ശരിയാണ്, ആ പിള്ളേരുകൾ, ഇപ്പോഴത്തെ പിള്ളേരുകൾ നമ്മുടെ കാലത്തെ പിള്ളേരുകൾ പോലില്ല. ഇപ്പോഴത്തെ പിള്ളേരുകൾ വീടിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ട് പുറത്തേക്ക് പോവും, ഇല്ലേ? ശരിയല്ല, അവരൊന്നും ഓഫ് ചെയ്യില്ല. അപ്പം നമ്മളിപ്പോൾ ജഗ്ഗുവിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ശീലങ്ങളില്ലേ, പഴയ ശീലങ്ങൾ. ഞാൻ നാളെ പേപ്പറിൽ ഒരു ശീലം വായിച്ചാണ്. തുടക്കൽ കഴിഞ്ഞാൽ ചെയ്ത് തുടങ്ങിക്കോ. അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇൻ്റർവ്യൂ. അപ്പോൾ ഇയാൾ മനസ്സിലാലോചിക്കുകയാണ്, ഈ ജോലി കിട്ടിയിട്ട് വേണം അച്ഛനമ്മമാരെ അടുത്തുനിന്ന്, പ്രായമായ അച്ഛനമ്മമാരെ അടുത്തുനിന്ന് മാറി താമസിക്കാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ചിന്തിക്കുകയാണ് കേട്ടോ, അവരാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടും. എല്ലാം ഓരോന്നും അടുക്കും ചിട്ടയിൽ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് വയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് അവർ വെച്ച സ്ഥലത്ത് തന്നെയാണ്, നമ്മൾ മാറ്റി എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പറ്റില്ല. അപ്പോൾ കുറേ ചീത്തലൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അച്ഛനമ്മേരെ അടുത്തുനിന്ന് മാറി താമസിക്കുന്നത് ഇയാൾ വിചാരിച്ചു. അപ്പോൾ ഇയാൾ ഇൻ്റർവ്യൂവിന് ഇവിടെ മാത്രമേക്കുള്ള വേറെ ആളുകളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ നോക്കിയപ്പോഴുണ്ട് ഈ ഇൻ്റർവ്യൂ ഇവിടെ നോക്കുമ്പോൾ പൈപ്പ് തുറന്ന് കിടന്ന് തീശ് വെള്ളം പോകണം വെച്ചോ. അപ്പോൾ ഇയാൾ ചെന്നിട്ട് ആ ടാപ്പ് അടച്ചിട്ടു. നോക്കിയപ്പോഴുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ മറ്റേ സ്ഥലത്ത് ഫാൻ വെറുതെ കറങ്ങേണ്ട, അവിടെ ആളുകളില്ല. ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളുകളിരിക്കുന്ന ബെഞ്ചിൻ്റെ അവിടെ, കസേരയുടെ അവിടെ. അപ്പോൾ ആ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. അങ്ങനെ ഇയാൾ മുകളിലേക്ക് കോണി കയറി പോകണം. മുകളിലാണ് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം. കോണി കയറി പോകുമ്പോഴുണ്ട് ചവിട്ടുപടിയുടെ അടുത്തുണ്ട് ഒരു കസേര വഴിയിൽ തടസ്സമായിട്ടിരിക്കുന്നു. ആ കസേര ഇയാളുടെ അടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ഇയാൾ അകത്തേക്ക് കടന്നു. ഇൻ്റർവ്യൂവിൻ്റെ കുറേ പേരിരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു, ഇത് എന്തിനാണ് എന്നെ ജോലിക്ക് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഇയാൾ ഇങ്ങനെ ഒരു സംശയം തുടർന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രവർത്തികളൊക്കെ ഞങ്ങൾ ഈ ക്യാമറകളിലൂടെ കണ്ടായിരുന്നു. എല്ലാത്തിനും അടുക്കും ചിട്ടോടെ ടാപ്പ് അടയ്ക്കുന്നത്, ആവശ്യമില്ലാത്ത ഫാൻ ഓഫ് ചെയ്യുന്നത്, പിന്നെ വഴിയിലത്തെ കസാര മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല അടുക്കും ചിട്ടോടെയാണ് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ചോദ്യങ്ങളും ഇതൊന്നുമില്ല, നിങ്ങളെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാൾ നേരെ ചെന്നിട്ട് അച്ഛനമ്മമാരെ കാക്ക വീണ് ക്ഷമ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് കഥ. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുകൾ ഈ ഫാൻ അപ്പോൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ജഗുവിനോട് പറഞ്ഞു, നമ്മൾ അകത്തുനിന്ന് പോരുമ്പോൾ ഫാനും ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം, ആവശ്യമില്ലാണ്ട് കത്തി കിടക്കുന്ന ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യണം. പക്ഷേ ഇന്നലെ തൊട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയും, ഞങ്ങളിരിക്കണ റൂമിലത്തെ വരെ ഫാനും ലൈറ്റ് ഓഫ് ചെയ്ത് പോവാന്നേ. അതാണ് തമാശ, ഓവറായി. അങ്ങനെ കത്തിച്ചു. ഇതില് ചട്ടിയില് നാളികേരം പാൽ ഒഴിച്ചു. ഒരു നാളികേരത്തിന്റെ 1-ാം പാലും 2-ാം പാലും ഉണ്ട് കേട്ടാ, അത് ഒഴിച്ചു. ഇതില് നാളികേരപ്പാൽ ഒഴിച്ചു കൂട്ടാ. ഇപ്പുറത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിപ്പോ ഒരു സബോള, പിന്നെ 2-3 പച്ചമുളക് വളരെ കുറച്ച്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതും, പിന്നെ ഇഞ്ചി. വെളുത്തുള്ളി വളരെ കുറവ് മതി, ഇഞ്ചി അധികമാവാം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. സരിത
ആ അതെ ഈ നാളികേരപ്പാലിലേക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് ഒരു 5-6 ചീന്ത് അല്ലേ? ആ അവരവരുടെ പുളിക്കനുസരിച്ച്. ഇതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കുറേ നാൾ കൂടുമ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കൂട്ടാൻ വയ്ക്കും. അല്ലാത്തപ്പോഴൊക്കെ നാളികേരപ്പാൽ ഒഴിക്കാണ്ടുള്ള വെപ്പാണ് നമ്മൾ വെക്കാറ്. ഏത് മീൻ കൂട്ടാനായാലും. മീൻ കൂട്ടാൻ ടേസ്റ്റ് കൂടുതൽ കോട്ടയംകാരെ വെപ്പാണ് കേട്ടോ അവരെ അല്ലേ? അതന്നെ ടേസ്റ്റ്. ഇതായാലും മോശമൊന്നുമില്ല ചോറുള്ള കാര്യത്തിൽ. അത് ആ ഷോർട്സ് ഇല്ലേ നമ്മള് കാണാത്തവരുണ്ടെങ്കിൽ ചിലപ്പോ വീഡിയോ കാണുന്നവരെല്ലാരും കണ്ടിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മള് ഇതിന്റെ അടിയിലിടാം. അതുണ്ടായ സംഭവം തന്നെയാണ്. അവസാനത്തെ ആ ഡയലോഗ് മാത്രം നമ്മൾ മാറ്റി പിടിച്ചു മാത്രം. 2-3 ആഴ്ച മുന്നേ ഉണ്ടായതാ. 2-3 ആഴ്ച അല്ല, അതിനോളം കുറച്ച് ദിവസം മുന്നേ ഉണ്ടായേ അല്ലേ? ഞാൻ മര്യാദയ്ക്ക് ചോറ് വയ്ക്കാൻ പോവായിരുന്നു. ചോറ് കുറവ് എനിക്കറിയാം, മീൻ കൂട്ടാനുള്ള ദിവസം ചോറ് കുറയും. അപ്പോൾ വയ്ക്കാൻ പോകുമ്പോൾ വന്നിട്ട് എൻ്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വിശപ്പില്ല, ഞാൻ കഴിക്കില്ല, എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പാത്രം വാങ്ങിച്ചെടുത്ത് വെച്ചു. എന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വന്നിട്ട് ജഗ്ഗുവിനോട് നൂഡിൽസ് വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ചേട്ടാ, നിഷ്കളങ്കനാണെങ്കിലും നല്ല കുരുട്ട് ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അറിയാം. എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനിതുപോലെ ശരിക്കും അതിനൊരു സെക്കൻഡ് പാർട്ട് വേണം, അതിൻ്റെ ബാക്കിയുണ്ട് കുറച്ചും കൂടി. അപ്പോൾ ചേട്ടനും കൂടി ഉള്ളത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ആള് ചിരിച്ചിട്ട് ചോറുള്ളതൊക്കെ തുടച്ചെടുത്ത് കൊണ്ടുപോകണം. അത് അവിടെ വരെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും പറഞ്ഞില്ല. ബാക്കി അതിൽ പറയുന്ന ഡയലോഗൊക്കെ നമ്മൾ ആഡ് ചെയ്തതാണ്. പക്ഷേ ഇത്രയ്ക്കധികം ചോറുണ്ടായിരുന്നില്ല അതിൽ. ചോറ് ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിതിൽ കൂടുതൽ അതിൽ ചോറ് ഇട്ടു മാത്രം. അത്രയ്ക്ക് ചോറുണ്ടായിരുന്നില്ല. ഒരാൾക്ക് 1.25 ആൾക്ക് ചോറുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലേ? ശരിയല്ലേ? ആ കാരണം ഇവർക്കാണെങ്കിൽ മീൻ കൂട്ടാൻ അത്ര വലിയ തൃപ്തി ഇല്ല. അയ്യോ, അങ്ങനെ സ്വയം കണ്ട് തീരുമാനിച്ച പിന്നെ സുഖമായില്ലേ. ആ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്ത് ചേട്ടൻ പോയി എൻ്റെ പിന്നാലെ ഞങ്ങളും പോയിട്ടാ. അത് ഞങ്ങൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ആ ചോറുണ്ട് തീർത്തത്. അതിൽ കമന്റ് ഉണ്ട്, പിന്നാലെ ചെന്ന ഒരു ഉരുള കിട്ടുന്നു. ഇതിപ്പോ കൊടപ്പുളി വെച്ചപ്പോ അതിന്റെ നാളികേരപ്പാലിന്റെ വ്യത്യാസം കണ്ട. തിളക്കട്ടെ, നന്നായി വെട്ടി തിളക്കണം. തിളയ്ക്കുമ്പോഴത്തേക്കും ഇതാവും. ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടുന്നു. അതവിടെ തിളച്ച് മറയുന്നു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇടില്ല കേട്ടാ, മല്ലിപ്പൊടി വേണ്ട. ഇതൊന്നും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മീനിടാം. ഇപ്പോൾ ഒരുവിധം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഉപ്പിട്ടിട്ടില്ല കേട്ടോ നമ്മൾ. ഇതായിട്ടാ, അത്ര മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. എന്തായി എല്ലാം മിക്സ് ചെയ്താ നല്ല ഇട്ടും മീനിടാം. ഈ മീൻ വാങ്ങിക്കുമ്പോഴേ ഒന്നും പോക്ക് വരില്ല. അല്ല, ഇതിൻ്റെ നടുവിലത്തെ നല്ല കഷ്ണങ്ങളും തൊട്ട് ചെയ്യണേനി. ഏത്? അതോടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. എന്നിട്ട് തലയൊക്കെ എടുക്കൂല്ലേ, കണ്ണും മൂക്കൊക്കെ എടുക്കും. ഇതിന്റെ അങ്ങനെ കളയാലറി എന്നിട്ട് പറയാമെന്ന ചേട്ടൻ കളയാലിയാണ് ഇടുന്നത്. പണ്ടത്തെ ഒരു ചൊല്ലാണ്, ചാള കണമ്പ് അറയ്ക്കുക. മീൻകാര് പോകുമ്പോൾ പിള്ളേരുകൾ ഞങ്ങൾ വിളിച്ച് പറയും ചാള കാണുമ്പോൾ അറയ്ക്കാന്നാണ് പറയണത്. അല്ല, ചാള കണമ്പ് അറയ്ക്കാന്നാണ് അവര് പറയണത്. പക്ഷെ നമ്മളിത് ചാള കാണുമ്പോ അറയ്ക്കുക അങ്ങനെയാക്കും. ഇനി ഇതിന്റെ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. ഇനി കഴിഞ്ഞില്ല. ഇനി ഇത് ഇതാവട്ടെ, തിളയ്ക്കണം. ആ ഇന്റർവെല്ലിന്റെ സമയത്ത് സരിതയുടെ ഒരു പാട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ വളരെയധികം ഇഷ്ടമുള്ള ആ ഗാനം തന്നെ ആയാലും. 4-5 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോ, 4-5 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോ, കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. കോമളവദനത്തിൽ ചന്ദനക്കുറിയുമായി
മന്ദകൗമുദി ഇറങ്ങി വന്നു. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി. വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഈ മുഗ്ധവധുവിൻ്റെ കാമുകനാരെന്ന് ഭൂമിയും വാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിൻ്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. പരിണയം നടക്കുമോ മലരിൻ്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി. വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. അടിപൊളി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണത്. അതന്നെ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഞാൻ ഉപ്പിടുന്നു. അടിപൊളി മീൻ കൂട്ടാനായിട്ടാ. പുളി അധികം കഴിഞ്ഞ് പിന്നെ പുളി എടുത്ത് മാറ്റാം. അത് മീനിലേക്ക് പുളി പിടിക്കണം കേട്ടാ. നീ പുളിയുണ്ട്, ഉപ്പൊക്കെ പാകല്ലേ? മതി. അടിപൊളി കൂട്ടാ. ചോറിനാൻ കൈ തരിക്കുന്നു. കാച്ചണ കൂട്ടാനി? കാച്ചണ്ട. അന്നും കൂട്ടാൻ കാച്ചില്ല. അത് കാച്ചാൻ സമ്മതിക്കില്ലേ? കാച്ചണ്ട ആവശ്യമില്ല. ഇത് കാച്ചണ്ട ആവശ്യമില്ല. ഉള്ളി കൂടി കാച്ചാ അതിന്റെ ഒരു മണം കൂടി കിട്ടും, ടേസ്റ്റ് ഉണ്ടാവുമ്പോ. അത് നിങ്ങൾ വേണേ കാച്ചിക്കോ. അതന്നെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നുണ്ട് ചേട്ടൻ കേട്ടാ. നല്ല രസല്ലേ പാട്ട്. ഞാൻ ഈ ആ പാട്ട് പാടിയപ്പോ എനിക്ക് പാടിവിടെ. ഏത് പാട്ട്? വൃശ്ചികരാത്രി. വൃശ്ചികരാത്രി പാടിയപ്പോ ഓർമ്മ വന്ന പാട്ടാണ് ഇതല്ലേ? നല്ല രസമുണ്ട് പാട്ട്. മധുരിക്കുന്ന ഓർമ്മകൾ വന്നു ചേട്ടനപ്പോ. മാങ്ങ കണ്ണി മാങ്ങണോ, ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താൻ, ഒരു കാറ്റിൻ കനിവീനായി, ഒരു കാറ്റിൻ കനിവീനായി പാട്ടുപാടാൻ. ഓ അതേ കൂട്ടാൻ്റെതിന് വായിൽ വെള്ളം വരും, അതിന് പാട്ട് പാടാനില്ല. അതെ സത്യമുള്ള കാര്യം. നമ്മളിത് നമ്മളെ പറയേണ്ട ആവശ്യമില്ല. ചോറെടുത്തിട്ട് അതായി ആ ഒരു നായില്ലേ, എന്നിട്ട് നായയുടെ പേര് എപ്പോഴും വായെന്ന് വെള്ളം വരുന്ന നായ. വലിയൊരു ജാതി ഭീകര നായ. തലയൊക്കെ വണ്ടനായിട്ട് ഒരു പശുവിന്റെ വലിപ്പുള്ള സാധനല്ലേ, ആ നമ്മള് അതിന്റെ പോലെ. അതിന്റെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ കെടുക്കില്ലേ, അതിൽ അവിടെ ഇങ്ങനെ കൊറേ പദം ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അത് കുറച്ചു നേരം കൂടുമ്പോ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മൂവി. അപ്പൊ ചുറ്റുള്ളവരെ മേത്തി മുഴുവൻ തെറിക്കും ഈ സാധനം. ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്, ഭയങ്കര രസപടം. എന്നിട്ടാണ് സിനിമയുടെ പേര്? ചോറെടുത്തു പറ്റേ. ആ മൂവിയുടെ പേരെന്താന്ന് അവര് ചോദിക്കുമ്പോ ഞാൻ പറയാം ചോറെടുത്തു പറ്റേ. കുത്തരിച്ചോറ് മട്ട. ഇതിലേക്ക് കൂട്ടാൻ സെറ്റായിട്ടാ, നീ ഒഴിച്ചോ. അപ്പൊ കൂട്ടാൻ സെറ്റായിട്ടാ ഞാൻ ഒഴിക്കണ, നീ ഒഴിക്കണോ? ചേട്ടൻ ഒഴിച്ചോ. ഞാൻ ഒഴിച്ചോ കൂടുതലാവും. ആയിക്കോട്ടെ. ഞാൻ ഒഴിച്ചെന്നാലും ചേട്ടൻ വീണ്ടും കൊടുക്കും. തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടാ. കുറച്ച് സമയം സിമ്മിലിട്ടു, എന്നിട്ട് തീ ഓഫ്. അപ്പൊ എന്നിട്ട് ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മീൻ കഷ്ണത്തിന്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. വൈകുന്നേരം തന്നെ രസമാവും. ഇത്ര മതി എനിക്ക്. അങ്ങനെ ചൂട്ടോടെ ചോറണം. അവിടെ ഇന്ന് ചോറിനാ മതിയാ. ആ ഇരിക്കും. കാക്കകളുണ്ട്. ഇല്ല, കാക്കകളൊന്നും കൊണ്ട് വരില്ല. നമ്മൾ അന്ന് വെച്ചതിനേക്കാൾ ഇത്തിരി കട്ടി കുറവാട്ടത്. കട്ടി കുറവാന്ന് പറഞ്ഞല്ലേ, മറ്റേ മീനില്ലേ അത് പറ്റിയല്ലേ, അതിന് ഇത്തിരി കൂടി കൊഴുപ്പുണ്ടാവും തോന്നും. അപ്പൊ കട്ടി ഇത് വരും. അതല്ല, ഇത് വെക്കുമ്പോ അങ്ങനെ ഇങ്ങനെയാണ് തിരിച്ചാൽ. അതുകൊണ്ടല്ല, അത് അതിന്റെ തലേദിവസം വെച്ച കൂട്ടാനായിരുന്നു. അപ്പൊ നമ്മള് രാത്രി കിടക്കാൻ നേരത്തെ തിളപ്പിക്കും, നേരം വെളുത്ത വശം തിളപ്പിക്കും, പിന്നെ വൈകുന്നേരം വീണ്ടും തിളപ്പിക്കും. അങ്ങനെ
ആയ കൂട്ടാനെ വീണ്ടും വീണ്ടും 3-4 വട്ടം തിളപ്പിക്കുമ്പോൾ അത് വറ്റി 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 ലാസ്റ്റ് ആകുമ്പോൾ നല്ല കട്ടിയും. അങ്ങനെ കട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജഗു സ്കൂളിൽ പോയേക്കല്ല പരീക്ഷയാണ് ജഗുവിന്. അടിപൊളി നല്ല രസമല്ലേ അതിങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് തരുമ്പോഴേ. പിന്നെ നിർത്താല്ലേ. ആ മീൻ കഷ്ണം നോക്കിയ പാളികളായിട്ട് വരുന്നുണ്ട്. നല്ല ഇത് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അടിപൊളി കേട്ടാ. കഴിച്ചോ. അങ്ങനെ മീൻപിടുത്തം കൂട്ടാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പം ഞാൻ ചോറിനാൻ പോവാണ് കേട്ടാ. നമുക്ക് നിർത്താം. ഞങ്ങള് ചോറിനാൻ പോവാം. അപ്പം നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.